ഇന്നും തുടങ്ങിയ പ്രശ്ന എന്തു പറ്റി? ആരെങ്കിലും സഹായിക്കുന്നത് തെറ്റുണ്ടാ? അതെന്തിനു സഹായിക്കുന്നതിന് ഒരു തെറ്റൂല ക്കളെ. ആരെങ്കിലും സഹായിക്കണ്ടേ? ഓ അല്ല പ്രശ്നം. പിന്നെ ഞാൻ നീ ഒന്നും മിണ്ടണ്ട. ഞാൻ പറയാം. അമ്മ 2 പെൺകുട്ടികൾ വഴിയിൽ എണ്ണ എറിഞ്ഞ് കിടന്ന് നമ്മളെ സഹായിക്കൂലേ? സഹായിക്കണം. പിള്ളേരെ കൊണ്ടല്ലേ പിന്നെ പോയി എണ്ണ മേടിച്ചോണ്ട് എണ്ണ വാങ്ങി കൊടുത്ത്. ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെന്ത്? എന്റെ മക്കളെ ഞാൻ അങ്ങനെ സഹായങ്ങൾ ചെയ്താണ് അവരെ പഠിപ്പിച്ചത്. അങ്ങനെ വേണം മോളെ മക്കളെ പഠിപ്പിക്കാൻ. അങ്ങനെ എല്ലാരെയും സഹായിക്കണം. നല്ല മനസ്സ്. മോന് നല്ല മനസ്സ്. ഈ പെൺപിള്ളേരെ കിടന്നതിന്റെ തൊട്ട് ഇപ്പുറത്തെ സ്റ്റോപ്പിൽ നമ്മുടെ ബൈക്ക് വന്നപ്പം എന്റെ അനിയൻ അവിടെ എണ്ണ തീർന്ന് കിടക്കുന്നമ്മ. അപ്പോഴ് ഇങ്ങനെ നിർത്ത് എന്റെ അനിയൻ കിടക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ അവ അവിടെ കിടക്കട്ടെ, ആ ഓട്ടോ വിളിച്ചാലും പൊക്കോളൂ, നീ എന്റെ കാര്യം നോക്കണം, ഇന്നെ അല്ലാതെ സഹായിക്കാനല്ലേ എന്റെ ജോലി എന്നും പറഞ്ഞ് ആ വണ്ടി നിർത്താതെ പോയി. അപ്പൊ നോക്കിയപ്പോ 2 പെൺപിള്ളേരെ സൈഡിൽ നിന്ന് അവിടെ കീന്ന് പറഞ്ഞ് അടിക്കുന്നത് കേട്ടാ സ്കൂട്ടി. അപ്പൊ ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ മോളെ? അപ്പോഴവര് പറഞ്ഞ് എണ്ണ തീർന്നു പോയി ചേട്ടാ. അപ്പോഴേ പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്തോണ്ട് വന്നിട്ട് അപ്പോഴേ എണ്ണ മേടിച്ച് എണ്ണ റോട്ടിൽ നിർത്തിയിട്ട് എണ്ണ വാങ്ങിക്കൊണ്ട് കൊടുത്തു. നീ എവിടെയെങ്കിലും കിടന്ന ഏത് സമയം നീ അവനെയാണല്ലേ വിളിക്കുന്നത്? എടാ സോനു ഇഞ്ഞു വാടാ, സോനു എടാ സോനു ഇഞ്ഞു വാടാ. എന്നിട്ട് ആ കൊച്ചു കിടന്നപ്പോ നീ എന്തൊരു വിലടാ ഇതാ നിന്റെ കണക്കല്ലേ അവനും? അവനെ സഹായിക്കണ്ടേ? അവന്റെ കൂട്ടുകാരന്മാര് ഓട്ടോ ഓടുന്നവരുണ്ട്. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അപ്പഴേ അവന് എണ്ണ വാങ്ങി കൊടുക്കും. അവളുമാരൊക്കെ ഓട്ടോ വിളിച്ചു പോകാൻ പറ്റത്തില്ലേ? പെൺപിള്ളേരല്ലേ? അയ്യോ അവളുമാര് ചിരിച്ചടി ഇവനെ നോക്കി. അതാണ് ഇവന്റെ ആ കോഴി സ്വഭാവം എടുത്തത് തന്നെ. ഞാനൊന്നും പറയുന്നില്ല. നീ അവനെ സഹായിക്കാതെ ലോകത്ത് വേറൊരാളെ സഹായിക്കുന്നത് എനിക്കത് സഹിക്കത്തില്ല. അവനും എന്റെ മോന്റെ അടക്കാണ് എനിക്ക്. അറിയാമോ? നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ കൊച്ചിനെ സഹായിക്കാതെ? നീ കണ്ട പെൺപിള്ളേരെ നീ പറയണം. ഈ സത്യസന്ധത അവന്റെ കൂടെ പറയണം. പറയുമ്പോഴേ ഇവൻ ചെല്ലുമ്പോ അവനും അതേപോലത്തെ തരവിഴുത്തരം കാണിക്കും. അപ്പോഴും ഇവന്റെ ഇതൊക്കെ തീരും. കണ്ട പെൺപിള്ളേരെ കണ്ടപ്പോ അവനങ്ങ്. ഇത് മാത്രല്ല, എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാണ്ട്. നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് പോയപ്പോ അമ്മയുടെ പേഴ്സിൽ നിന്ന് 500 രൂപ എടുത്തിട്ട് നമുക്ക് കുഴിമന്തി കഴിക്കാന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് പോയത്. അവസാനം കുഴിമന്തി തൊട്ട് വാങ്ങി തന്നതുമില്ല. 500 രൂപയ്ക്ക് ആളുമാർക്ക് പെട്രോൾ വാങ്ങിക്കൊടുക്കാൻ. പൈസക്ക് വേണ്ട നീ മേടിച്ചു കൊടുക്കാൻ. എന്റെ പൈസക്കാണോ മേടിച്ചു കൊടുക്കുന്നത്? ജോലിക്കുണ്ട. എനിക്ക് ഇപ്പൊ പൈസ കിട്ടണം. ഇപ്പൊ എന്റെ പൈസ കിട്ടില്ല. ഞാൻ ഇവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. എന്റെ പൈസ നീ ആരെ സഹായിച്ചോലും സഹായിച്ചില്ലോ അത് എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ 500 രൂപ എനിക്ക് ഇപ്പം കിട്ടണം. പൈസ ഒരു കാര്യം പറയട്ടമ്മ. എന്തൊരു കാര്യം പറയണ്ട. നീ പോയി പൈസ എടുത്തോണ്ടോ. പെൺപിള്ളേരല്ലേ വഴി കിടന്ന അതുകൊണ്ടാണ് പെൺപിള്ളേര് കിടന്നിട്ട് ഞാൻ കിടന്ന എനിക്കാരും അങ്ങനെ സഹായിച്ചിട്ടില്ല. ഇന്ന വരെ 500 രൂപയുടെ എണ്ണയും എനിക്ക് ഒന്നും തന്നിട്ടില്ല. മര്യാദക്ക് പോയി പൈസ എടുത്തോണ്ടോ. എന്റെ പൈസ അമ്മ ഏതെങ്കിലും പെൺപിള്ളാരെ ഏതെങ്കിലും ആമ്പിള്ളേർക്ക് എണ്ണ നടക്കുമ്പോ ചെന്ന് ചോദിക്കോ ഹെൽപ്പ് വേണോ ചേട്ടാ? ഇല്ലല്ല. ഒരു പെൺപിള്ളേർ അതങ്ങനെ അവള് മരിച്ചിരിച്ചു കാണും. അവന്റെ കോഴിത്തരം വെളി വന്നും കാണും. അത് എന്റെ സത്യം. മര്യാദക്ക് പോയി എടുത്തോണ്ട് പോവാ. എന്റെ പൈസ എടുത്തോണ്ട് പോവാ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആരെന്ന് നീ അറിയും. വിഷ്ണു പൈസ എടുത്തോണ്ട് പോവാ. എന്റെ 500 രൂപ ഞാൻ എങ്ങും 1 രൂപ വെക്കാക്കത്തില്ല അവനെ. കാരണം സഹായം കാണുന്നത് തന്നെ ദേഷ്യവും. ഇങ്ങനെ മക്കളുണ്ടാ തള്ളമാരെ തോലക്കാൻ? അവള് പറഞ്ഞിട്ടാണ് അമ്മ എടുത്തത്. അവള് പറഞ്ഞ നിനക്ക് എടുക്കാമോ? നിന്റെ അമ്മയുടെ പൈസ ഇല്ലേ? ഞാൻ തിരിച്ചോണ്ട് വെക്കാൻ ജോലി. നീ ജോലി ചെയ്ത് എനിക്ക് കിട്ടിയണ തന്നെ മര്യാദക്ക് പൈസ ഇല്ലാതെ അതിനകത്ത് തോന്നുന്നു. അവളുമാരേന്ന് പോയി എണ്ണയുടെ പൈസ വേണ്ടിയിട്ടടാ. പോയി വേണ്ടിക്കടാ. എവളുമാരെന്ന് വെച്ചാൽ അവളുമാരേന്ന് എണ്ണയുടെ പൈസ വേണ്ടിയിട്ട്. എണ്ണ മേടിച്ച് കോത്ത് സഹായിക്കുന്ന അല്ലാതെ അവളുമാരേന്ന് പൈസ മേടിച്ച് എണ്ണ മേടിച്ചു കൊടുക്കല്ല. വലിയ ആളായി ഞെളിഞ്ഞ്. അമ്മ പറ, ഇപ്പൊ ഞാൻ പിണങ്ങിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ എന്തിനു പൈസ കൊടുക്കാൻ സമ്മതിച്ചത്? പിണങ്ങിയത് തെറ്റി. അമ്മയുടെ പൈസ അല്ലേ? അമ്മയുടെ പൈസ അല്ല. അപ്പോഴും നീ അങ്ങ് തലയും കുളിക്കങ്ങ് ഇരുന്ന് എന്റെ പൈസ എടുത്തോണ്ട് കക്കമ്പം പറയൂലല്ലേ? അത് ചെലവായിട്ട് അവക്ക് കുഴിമന്തി എന്നെ ആക്കാഞ്ഞുണ്ടോ അത് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ അതും പറയൂലായിരുന്നു. എന്റെ പൊന്നെ സ്നേഹം. എനിക്ക് ആരെയും സ്നേഹിക്കണ്ട. എന്റെ പൈസ എടുക്കുന്നവരാരെയും സ്നേഹിക്കണ്ട. എനിക്ക് മതിയായി. ഇങ്ങനത്തെ മക്കളുണ്ടാ? മര്യാദക്ക് ഭാര്യ ഭർത്താവ് 500 രൂപ ഉണ്ടോന്നോ? എന്റെ സ്വഭാവം മാറ്റണ്ടെങ്കിൽ
കുഴിമന്തി മേടിച്ച് തിന്നാനായിട്ട് 500 രൂപ എടുപ്പിക്കാൻ അറിയായിരുന്നു. അത് കിട്ടാഞ്ഞപ്പം പരാതി പറയാനും അറിയാം. അതങ്ങനെ ഇരിക്കും. കക്കുന്ന മുതൽ വേറൊരു വഴി പോവും. ഇപ്പം മനസ്സിലായ അങ്ങനെ വരും. മാപ്പിളക്ക് വേല ചെയ്യാനും വയ്യ. അമ്മ സീരിയസ് ആക്കിയ പിന്നെ സീരിയസ് അല്ലേ?